മാധവ് ഘാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ജീവിക്കാൻ അനുയോജ്യമല്ല എന്ന് പറഞ്ഞു തള്ളിയ വളരെ മനോഹരമായ ആ താഴ്വാരങ്ങളിൽ വീട് വെച്ച് താമസിച്ച കുറേ പാവങ്ങൾ ഗവൺമെൻറ് നിർബന്ധമായിക്കൊണ്ടും അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടിയിരുന്നു. ഒരിക്കലും മനുഷ്യവാസയോഗ്യമല്ലാത്ത പ്രകൃതിലോലമായ ഒരു പ്രദേശമാണ് ഈ ഉരുൾപൊട്ടിയ സ്ഥലം എന്ന് മാധവ് ഘാഡ്ഗിൽ വർഷങ്ങൾക്ക് മുന്നേ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമെങ്കിലും അവിടെയുള്ള ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പുനരധിവാസം ചെയ്യാൻ താല്പര്യം എടുക്കാത്ത സർക്കാരുകളാണ് ഈ കൊടും ചതി ചെയ്ത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഈ മരണത്തിന് കാരണം വരുത്തിവെച്ചവർ. പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ മണ്ണിടിച്ചിലും ഇതിനെപ്പറ്റിയൊന്നും കാര്യഗൗരവം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ അവരെ വിഷയം പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കുവാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കണമായിരുന്നു. മാറി വന്ന ഒരു ഗവൺമെൻറ്റും ഈ പാവം ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത്. കണ്ണ് ഇമ വെട്ടുന്ന നേരം കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇന്ന് ക്യാമ്പുകളിലും അവിടെയും ഇവിടെയും കഴിയുന്ന എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ. കുറേ ആളുകളുടെ ജീവനറ്റ ശവശരീരം കിട്ടിയെങ്കിലും പല ആളുകളുടെയും കയ്യും കാലും തലയും എല്ലാം വേർപെട്ടുകൊണ്ടാണ് കിട്ടുന്നത്. ഒരുപാട് കിലോമീറ്ററുകൾ ഒഴുകിക്കൊണ്ട് വാഴക്കാട് പുഴയിൽ നിന്നും മൂർക്കടവിൽ നിന്നും 12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ ശരീരം കിട്ടി എന്ന് പറയുന്നു. എത്ര കിലോമീറ്ററുകളാണ് ഈ വെള്ളം ശവശരീരങ്ങളെ കൊണ്ടുപോയത്. പ്രവചനാതീതമായ വൻ ദുരന്തമാണ് സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ സംഭവിച്ചത്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ആ മലയോരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ശവപ്പറമ്പായി മാറി. സർവകക്ഷി യോഗം വിളിച്ച പ്രിയപ്പെട്ട അധികാരികളെ, പുനരധിവാസത്തിനു വേണ്ടി സർവയോഗം വിളിച്ച പ്രിയപ്പെട്ട അധികാരികളെ, നിങ്ങൾ വീണ്ടും ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ മലഞ്ചെരുവിൽ വീട് വെച്ച് താമസിക്കുവാനുള്ള സഹായമല്ല ചെയ്തു കൊടുക്കേണ്ടത്. അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള മറ്റൊരിടത്തേക്ക് അവർക്ക് വീടും അതിനോടനുബന്ധിച്ച സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവരെ പറഞ്ഞു പറ്റിച്ച് വീണ്ടും ഈ കൊലക്ക് കൊടുക്കുവാൻ ഇത്തരം പ്രകൃതിലോല പ്രദേശങ്ങളിലേക്ക് ദയവായി നിങ്ങൾ അവരെ തള്ളിവിടാതിരിക്കുക. ഇതുപോലെ തന്നെ വയനാടിൻ്റെയും മറ്റ് സ്ഥലങ്ങളിലും ഒരുപാട് ആളുകൾ മാധവ് ഘാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൽ വന്ന പല ഭാഗങ്ങളും ജീവിക്കുന്നുണ്ട്. അവരെയെല്ലാം ദയവായി കുറേശ്ശെ അവിടെ നിന്നും മാറ്റി നിർത്തുവാൻ നിങ്ങൾ പ്രയത്നിക്കണം. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മുൻകൂട്ടി അറിയിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് വീഴ്ച പറ്റിയെന്ന് കേരളവും 7 ദിവസം മുന്നേ അറിയിച്ചതാണെന്ന് കേന്ദ്രവും തർക്കിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. ദയവായി എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക. അവിടെ രാപ്പകലില്ലാതെ സേവനം ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ സലാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ വയനാടിൻ്റെ ഇപ്പോൾ ഈ അവസ്ഥയിൽ എല്ലാവരും കൈകോർത്തുകൊണ്ട് അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കേണ്ട സമയമാണ്. എല്ലാവരും കൈമൈ മറന്നുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. ഈ ഭൂമിയിൽ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ജീവശവമായി ജീവിക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടി അത്യാവശ്യ സഹായങ്ങൾ ഈ സമയത്ത് എത്രയും പെട്ടെന്ന് എല്ലാവരും എത്തിച്ചു കൊടുക്കണം. എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.